അതിനുശേഷം ഇത് ഇങ്ങനെ ചുമന്ന് കണ്ണിന് വരുന്നത് ഫ്രീക്വൻസി കുറയാൻ തുടങ്ങി. പിന്നെ വന്നാലും ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോൾക്കൊരു ചൊറിച്ചിലുണ്ടായിരുന്നു. അതൊക്കെ പല ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിട്ടും മാറിയില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് ഇന്ന് വരെ അവൾക്കത് പിന്നെ വന്നിട്ടില്ല. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വേറൊരു പറഞ്ഞാൽ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ 4 മക്കളാണ്. അപ്പോൾ നമുക്ക് മൂത്ത നാത്തൂനെ തന്നെ കെട്ടിച്ചതിന് ഒത്തിരി ബാധ്യതകളുണ്ട്. പിന്നെ വീട് പണിതതിനും എല്ലാം ബാധ്യതകളുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരനിയൻ അച്ഛനാണ്, പിന്നെ ഒരനിയത്തിയുടെ കല്യാണം നടക്കാനുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ ഭാരമായിരുന്നു. കാരണം ഇത്രയും കടം വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ. അല്ലാതെ ബാങ്കിൽ നിന്ന് ലോണോ അങ്ങനെയൊന്നും നടക്കില്ല. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, അച്ഛൻ്റെ തിരുപ്പട്ടമായാലും ഞങ്ങൾക്ക് അറിയില്ല, ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചു. പിന്നെ അവിടെ നിന്ന് സെമിനാരിൽ നിന്നായാലും കുറച്ച് പൈസ അങ്ങനെ, പിന്നെ എൻ്റെ ഹസ്ബൻഡിനും കുറച്ചൊക്കെ പൈസ ഓരോരുത്തർ കൊടുത്തു, അങ്ങനെ അത് നടത്തി. പിന്നെ ആ സമയത്ത് കല്യാണത്തിന് മുന്നേ 1 വർഷം മുന്നേ ഹസ്ബൻഡിൻ്റെ അനിയത്തിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ പോകാൻ പറ്റിയ കാരണം അവളുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം അവൾ തന്നെ ഇത് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കടങ്ങൾ വീട്ടാന്നുള്ളത് എൻ്റെ ആ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് കടങ്ങൾ, ഒത്തിരി കടങ്ങളല്ല, കുറച്ച് കടങ്ങളും ഞങ്ങൾക്ക് മാറിക്കിട്ടി. പക്ഷേ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതെല്ലാം നടന്നിട്ടും ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് ഇത് വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഈ 6 നിയോഗങ്ങളും നടന്നു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ ഫോക്കസ് കാനഡ ആയതുകൊണ്ടും ബാക്കി കാര്യങ്ങളൊന്നും നടന്നത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. സാക്ഷ്യം പറയാതെയാണ് ഞാൻ കാനഡയ്ക്ക് പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും പിള്ളേർക്ക് 2 പേർക്കുള്ള വിസയ്ക്ക് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും മോക്കും കിട്ടി, മോന് കിട്ടിയില്ല. അവർ മെഡിക്കൽ ഒന്നും കൂടി ചോദിച്ചു, നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ 8 മാസം കഴിഞ്ഞിട്ടും മോൻ്റെ വിസയ്ക്ക് ഒരു അനക്കമില്ല. നമുക്കവിടെ ഈ MB ത്രൂ നമുക്ക് മെയിലൊക്കെ അയക്കാം IRCCയിൽ. അപ്പം ഞാൻ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു, പിന്നെ വേറൊരു സ്ഥലം. അപ്പോൾ 2 സ്ഥലത്തെയും MB ത്രൂ നമ്മൾ മെയിൽ അയച്ചു.